കൊല്ലത്തെ കൊട്ടിയത്താണ് മൈലക്കാടാണ് ദേശീയപാതയിൽ അപകടമുണ്ടായത്. ഒരു സ്കൂൾ ബസ്സും 3 കാറുകളുമാണ് ഈ അപകട സമയത്ത് ആ റോഡിൽ ഉണ്ടായിരുന്നത്. അപ്രോച്ച് റോഡ് വിണ്ടുകീറി ഉയരപാത അവിടെ നിന്ന് ഇടിഞ്ഞ് താണു. അതായത് വെള്ളത്തിൻ്റെ കൃത്യമായ പാസേജ് ഉണ്ടായിരുന്നു. അതിന് മുകളിലൂടെ മണ്ണിട്ട് നിർമ്മാണ പ്രവർത്തനം നടത്തിയുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് ഇപ്പോൾ അവിടെ എത്തുന്നവർ പറയുന്നത്. കണ്ണൻ, എന്താണ് സ്ഥിതി? ആ പ്രതിഷേധക്കാർ അവിടെ നിന്ന് മാറിയോ? സുരക്ഷിതമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കാൻ പോലീസ് എങ്ങനെ ശ്രമിക്കുന്നു? ഈ വാഹനങ്ങൾ മാറ്റുക എന്നതൊക്കെ ഒരു വലിയ പണിയാണല്ലോ. ദിവിഷ്, വാഹനം മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ആ സ്കൂൾ ബസ് ആകും ആദ്യം മാറ്റുക. അവിടെ നിന്ന് അതിനുവേണ്ടിയുള്ള വലിയ ക്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങൾ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ വാഹനം ഇന്ന് ഇവിടെ നിന്ന് മാറ്റണം. അതിനുശേഷം മറ്റ് 2 കാറുകളും അവിടെ നിന്ന് മാറ്റണം. അതിനുശേഷം ഇത് ഏറ്റവും കുറഞ്ഞത് ഒരു മാസമെങ്കിലും എടുക്കാതെ ഇതുവഴി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിക്കുമെന്ന് കരുതാൻ സാധിക്കില്ല. ഇത് വാഹനങ്ങൾ ഒരു വശത്തുകൂടിയും വഴിതിരിച്ചു വിടാൻ പറ്റാത്ത ലെവലിലുള്ള ഒരു പ്രദേശത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. ഇത് തകർന്നു വീണിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് വരുന്ന ആൾക്കാർ തീരദേശപാതയെ ആശ്രയിക്കുക എന്നുള്ള നിർദ്ദേശം പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. ബാക്കിയുള്ള ആൾക്കാർ മിയണ്ണൂർ ഭാഗത്തുകൂടി കടന്ന് കണ്ണനൂർ വഴി നേരെ കൊല്ലം ഭാഗത്തേക്ക് ബൈപ്പാസിലേക്കൊക്കെ തന്നെ കയറാൻ സാധിക്കുന്ന സ്ഥിതിയുണ്ട്. പക്ഷേ എങ്കിൽ പോലും വലിയ യാത്ര ദുഷ്കരമായിരിക്കും. കാര്യം അത്തരത്തിൽ ഒരു വലിയ റോഡുകളോ വീതിയുള്ള റോഡുകളോ ഒന്നും ഉള്ള ഒരു സ്ഥിതിവിശേഷമല്ല നിലവിലുള്ളത്. എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. ആ അപ്രോച്ച് റോഡ് പൂർണ്ണമായും തകർന്നിരിക്കുന്നു. മറുഭാഗത്തേക്ക്, അതായത് ആ റോഡിന്റെ നിർമ്മാണം നടക്കുന്ന റോഡിന്റെ ദേശീയപാതയുടെ ഭാഗത്തേക്ക് ഈ കോൺക്രീറ്റ് തൂണുകൾ ചരിഞ്ഞതിനാലാണ് വലിയ ദുരന്തത്തിലേക്ക്, വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരുന്നത്. അല്ലാത്ത പക്ഷം ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്തേക്കായിരുന്നു ആ വലിയ പാളികൾ മറിഞ്ഞു വീണെങ്കിൽ ഒരു സംശയവും വേണ്ട, വലിയ ദുരന്തത്തിന് നമ്മളിന്ന് സാക്ഷിയാകേണ്ടി വരുമായിരുന്നു. നിസ്സംശയം പറയാം, ഇത് നിർമ്മാണത്തിലെ അപാകത തന്നെയാണ്. കാര്യം ഇതിൻ്റെ അടിയിൽ കൂടി ഒരു ജല സ്രോതസ് ഉണ്ട്, തോടുണ്ട് എന്നുള്ള കാര്യം അവിടുത്തെ ആൾക്കാർക്കൊക്കെ തന്നെ അറിയാവുന്നതാണ്. പക്ഷേ ആ കാര്യങ്ങളൊക്കെ മണ്ണ് പരിശോധിക്കുന്ന സമയത്ത് ഇത് കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടതാണ്. അതൊന്നും പരിശോധിക്കാതെ ഒരു കാര്യം ചെയ്യാതെ ഇത്തരത്തിലുള്ള അപ്രോച്ച് റോഡ് നിർമ്മിക്കുക തന്നെ ചെയ്തതാണ്. നിങ്ങൾ പല തവണ പരാതികളൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ? തീർച്ചയായിട്ടും. അതായത് തീർച്ചയായും നമുക്ക് ഇത് കാണുമ്പോഴുള്ള അവസ്ഥയെന്ന് പറഞ്ഞാൽ ഒരു വരും തലമുറയ്ക്കുള്ള എല്ലാവർക്കും കൂടെ മുന്നോട്ട് സഞ്ചരിക്കാനുള്ള ഒരു പാതയാണ് നമ്മൾ NH ആയിട്ട് നിർമ്മിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോഴുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു ഭയം, എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടത്. ഈ താഴ്ന്ന പ്രദേശത്ത്, ഈ ചതുപ്പായ നിലത്ത് ഇത്തരത്തിലുള്ള ഒരു വീട്, നമ്മൾ സാധാരണക്കാർ ഒരു വീട് നിർമ്മിക്കുമ്പോൾ പോലും അത് എത്രത്തോളം ബലശേയമായിട്ടുള്ള ഇതിൽ അടിസ്ഥാനം കെട്ടിക്കൊണ്ടാണ് അത് വീട് കെട്ടിപ്പൊക്കുക തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വലിയ നിർമ്മിതികൾ കെട്ടിപ്പൊക്കുമ്പോൾ സമയത്ത് അവൻ്റെ മണ്ണ് സ്വാഭാവികമായിട്ട് ഈ നാട്ടുകാരൻ എന്ന നിലയിൽ, ചാത്തന്നൂർക്കാരൻ എന്ന എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഇതൊരു ചതുപ്പ് നിലമാണ്, ഇതൊരു വയലാണ്. അപ്പം ഈ വയൽ ഇതിലേ കൂടെ ഈ നമ്മൾ കാണുന്ന ഈ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ തോടാണ്. ഇതിൻ്റെ അടിയിൽ കൂടെ തോട്, പഴയ ഒരു കലം കൊണ്ട് അതിൽ സ്വാഭാവികമായിട്ടുള്ളൊരു ചെറിയൊരു കലങ്ങ് നിർമ്മിച്ചുകൊണ്ട് ഇത്രയും ടൺ കണക്കിന് വെയിറ്റുള്ള ഈ സ്ലാബുകൾ കെട്ടിപ്പൊക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടും നിർമ്മാണത്തിന്റെ അപാകതകളെന്നാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്നു. പ്രദേശവാസികളുടെ ഒരു ആശങ്കയാണ് പറഞ്ഞ കാര്യം. ഇനി ഭാവിയിൽ ഇവിടേക്ക് ജീവിക്കേണ്ട ആൾക്കാരാണ്. അതേ പറഞ്ഞ പോലെ ഭാവി തലമുറയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന നിർമ്മിതിയുടെ ഒരു അവസ്ഥയാണ്. ആ കഷ്ടമെന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഒരു വല്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. ഒരു കാരണവശാലും ഒരു തരത്തിലും ഈ വാഹനങ്ങൾ ഈ വഴിയിലൂടെ കടന്ന് വരരുത് എന്നുള്ള നിർദ്ദേശം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നു. മറുഭാഗത്തും ഇപ്പോൾ നമുക്ക് നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് മറുഭാഗത്തും സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മറുഭാഗത്ത് ഒരു വാഹനം കടത്തിവിടാൻ സംവിധാനമുള്ള പ്രദേശത്തു കൂടി ഇത്തരത്തിൽ അത് തകർന്ന് വീഴാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഞാൻ ആ സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ പ്രദേശത്ത് ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് നിറച്ചു വരുന്നതല്ലേ ഉള്ളൂ അല്ലേ? ഈ ഭാഗത്ത് മണ്ണിട്ട് നിറച്ച് വന്നിരിക്കുകയാണ്. അതായത് നമ്മൾ നേരത്തെ കണ്ടിട്ട് നേരെ മറുഭാഗമാണ്. ആ മറുഭാഗത്തും വെള്ളം ഓരോ സൈഡിൽ കൂടി ഒലിച്ചു വരുന്ന ഒരു രീതി ഉണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ വലിയ പ്രതിസന്ധി ഇല്ല. ഈ ഭാഗത്ത്, ഈ 2 ഭാഗത്താണ് പ്രശ്നങ്ങളുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ 2 ഭാഗത്താണ് പ്രശ്നങ്ങളുള്ളത്.
ഇതിനായാലും വലിയ ഒരു അപകടമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു അപകടമാണ് ഈ പ്രദേശത്ത് വാഹനം ഉണ്ടായത്. നീക്കാനുള്ള പണി തുടങ്ങിയോ കണ്ണ? ഈ കാറുകളൊക്കെ സമീപവാസികളുടെ മറ്റോ ആണോ അതോ ദൂരത്തേക്ക് വല്ല യാത്ര പോകുന്നവരായിരുന്നോ? ഈ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല ദിവിഷ്. അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു പൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ ഒരു കോൺക്രീറ്റ് പാളിയുടെ ഒരു ഭാഗത്ത് പൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഇരു വശത്തുമുള്ള ആൾക്കാരെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഒരു പൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അതായത് നേരത്തെ അപകടം ഉണ്ടായിരുന്ന നേരെ എതിർവശത്താണ് ഇപ്പോൾ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. പല ആൾക്കാരും പോലീസുകാരുടെ നിയന്ത്രണം ലംഘിച്ചുകൊണ്ട് ഈ പ്രദേശത്തേക്ക് വരുന്നുണ്ട്. അപകടത്തിൻ്റെ വ്യാപ്തി എന്താകും എന്ന് അറിയാവുന്ന ആൾക്കാരാണ്. അവരൊക്കെ തന്നെ പ്രദേശവാസികളോട് പറയാനുള്ള ഒരു കാരണവശാലും അതിൻ്റെ മുകളിൽ പാലത്തിൻ്റെ റോഡിൻ്റെ മുകളിൽ കയറി നിന്ന് ഈ കാഴ്ചകൾ കാണാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടാകരുത് എന്നുള്ളതാണ് തന്നെയാണ്. ഇപ്പോൾ ഈ ഭാഗത്തും നേരെ എതിർഭാഗത്തും ചിലപ്പോൾ തകർന്ന് വീഴാൻ സാധ്യതയുണ്ട്. എന്തായാലും വാഹനങ്ങൾ ഇപ്പോഴും പോലീസ് കടത്തിവിടുന്നുണ്ട്. പക്ഷേ ആ ഒരു ആശങ്കയിൽ തന്നെയാണ്. ഒരു ഭാഗത്തേക്ക് മറിഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നത്. വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ്. ദയവായി ആളുകൾ കാഴ്ച കാണാൻ വന്ന് അവിടെ കൂടി ഒരു തിക്കും തിരക്കും ഉണ്ടാക്കാതിരിക്കുക, കൂടുതൽ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താതിരിക്കുക. ഒപ്പം തന്നെ പോലീസ് നേരത്തെ അറിയിച്ചിരുന്നു, തിരുവനന്തപുരം ഭാഗത്തു നിന്ന് വരുന്നവർ തീരദേശ പാത വഴിയും മറ്റുള്ളവർ മറ്റ് ഇടറോഡുകൾ വഴിയും കടന്നു പോകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. നിലവിൽ തന്നെ ഈ ഒരു അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ ഗതാഗത തടസ്സം പലയിടങ്ങളിലും ഉണ്ടാകും. അപ്പോൾ ആളുകൾ പരമാവധി ഇടറോഡുകളൊക്കെ സെലക്ട് ചെയ്ത് യാത്ര മുന്നോട്ട് കൊണ്ടുപോകുക, ഈ വഴി ഒഴിവാക്കുക. എന്തായാലും ആളുകൾക്ക് അപകടം പറ്റിയില്ല എന്നത് വലിയ ആശ്വാസമുള്ള കാര്യമാണ്. ഒരു ബസ്സും 3 കാറുകളുമാണ് ഇപ്പോൾ ആ ഒരു അപകട സ്ഥലത്തുള്ളത്. അത് നീക്കം ചെയ്യാനുള്ള ക്രെയിനൊക്കെ സ്ഥലത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. കണ്ണനാണ് വിശദമായ വിവരങ്ങൾ അവിടെ നിന്ന് നമ്മളോട് പങ്കുവച്ചുകൊണ്ടിരുന്നത്. ഒരു